ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, പുറപ്പാട് 23:25 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ അവൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളിൽ നിന്നും രോഗം നിർമ്മാർജ്ജനം ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ ഈശോയെ ആരാധിക്കാൻ പോകുന്നവരാണ്. കാരണം ഈശോ ഇന്നും ജീവിക്കുന്നവരാണ്. ജീവനുള്ള ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോകുന്ന നിമിഷമാണ്. കത്തോലിക്ക സഭയിൽ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ യുലേലിയ. ഈ മകളുടെ ജീവിതത്തിൽ, പ്രത്യേകമായിട്ട് ഈ മകളുടെ ബാല്യകാലം മുതലേ ഈ മകളുടെ മാതാപിതാക്കൾ യേശുവിനെക്കുറിച്ചും ജീവിക്കുന്ന ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ച് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു. ഈ മകൾ ഒരു ദിവസം കുർബാന അർപ്പിച്ച് ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു പ്രധാന കവലയിൽ അവിടുത്തെ അന്നത്തെ രാജാവും, പ്രത്യേകിച്ച് രാജാവും സൈന്യവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഒരു ദേവീ ദേവന്മാരെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ മകളെ ഇങ്ങനെ ആ ഭൃത്യൻ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈ മകൾ നമ്മുടെ രാജാവിൻ്റെ ദൈവത്തെ ആരാധിക്കത്തില്ല. ഇവളിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, അവിടെ പോയി യേശുവിനെയാണ് ആരാധിക്കുന്നതെന്ന് പറയും. ഉടനെ തന്നെ രാജാവ് പറയാമെങ്കിൽ എനിക്കൊന്ന് കാണണം. അങ്ങനെ ഈ മകളെ ഉടനെ അടുത്തേക്ക് വിളിച്ച് ഉടനെ അവൾ അടുത്ത് വരും. വരുന്ന സമയത്ത് ഈ രാജാവ് ഈ മകളോട് പറയും, നീ എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ഒരു വിഗ്രഹത്തെ കാണിച്ചിട്ട് പറയും, ഈ ദൈവത്തെ നീ ആരാധിക്കണം, ഇതിൽ നീ പൂജിക്കണം, ഞാൻ കുറച്ച് പൂ തരും, അത് ഇതിലേക്ക് എറിയണം, ഭസ്മം തരാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ ഈ മകൾ രാജാവിനോട് പറയും, ഒരിക്കലും ഞാനിത് ചെയ്യത്തില്ല. കാരണം ഞാൻ ഇന്നും ജീവിക്കുന്ന ഈശോയെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, വേറെ ഒന്നിനെയും ഞാൻ ആരാധിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടനെ തന്നെ രാജാവിന് ഭയങ്കര വിഷമമായി. കാര്യം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ ദേശത്തിൻ്റെ രാജാവിനോട് പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. രാജാവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അവൾ പറഞ്ഞു, എൻ്റെ ജീവൻ പോയാലും ഇന്നും ജീവിക്കുന്ന ഈശോയെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആരാധിക്കത്തില്ല. എൻ്റെ ജീവന് ശ്വാസമുള്ളിടത്തോളം കാലം യേശുവിനെ മാത്രമേ ഞാൻ ആരാധിക്കത്തുള്ളൂ, വേറെ ഒന്നിനെയും ഞാൻ ആരാധിക്കത്തില്ല. ഉടനെ തന്നെ രാജാവിന് ദേഷ്യമായ കാര്യം, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. അടുത്തിരുന്ന പടയാളിയുടെ വാളെടുത്ത് ഈ മകളുടെ കഴുത്തിനെ അപ്പോൾ തന്നെ അറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ പ്രിയമുള്ളവർ, ഇതേ കണക്ക് അനേകം വിശുദ്ധർ കത്തോലിക്ക സഭയിലുണ്ട്. യേശുവിനെ മാത്രം ആരാധിക്കൂ എന്ന് തീരുമാനമെടുത്തതിൻ്റെ പേരിൽ മരിച്ച അനേകം വിശുദ്ധർ കത്തോലിക്ക സഭയിലുണ്ട്. വചനം പറയുന്നത് പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഇന്ന് ജീവിക്കുന്ന ഈശോയെ മാത്രമേ നാം ആരാധിക്കാവൂ. ആ ഈശോയെ ഈ സമയം നമുക്ക് ആരാധിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ TV-യിലൂടെയും ഫോണിലൂടെയും ഒക്കെ കാണുന്ന അനേക മക്കളുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളെല്ലാം ഒന്ന് അടയ്ക്കാം. ഇന്നും ജീവിക്കുന്ന ഈശോയെ ഈ സമയം നമുക്ക് എല്ലാം മറന്ന് ഒന്ന് ആരാധിക്കാം. കാരണം ജീവനുള്ള ദൈവമാണ് നമ്മുടെ യേശു. നാമൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. നാമൊക്കെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. നാം ഒന്ന് കരഞ്ഞാൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിനെ ഈ സമയം നമുക്ക് ആരാധിക്കാം. എത്ര ആരാധിച്ചാലും മതിയാവാത്ത രീതിയിൽ വേണം ഈ സമയം നമ്മൾ ആരാധിക്കേണ്ടത്. വെളിപാട് 1:7 തിരുവചനം പറയുന്നു, ഇതാ മേഘങ്ങളുടെ അകമ്പടിയോടെ അവൻ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും, അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും മാറത്തടിച്ച് വിലപിക്കുന്ന സർവ്വദേശങ്ങളും ഗോത്രങ്ങളും അവനെ ദർശിക്കും. അതേ പ്രിയമുള്ളവരെ, എത്രയെത്ര കുത്തി മുറിവേൽപ്പിച്ചാലും ഇന്നും ജീവനുള്ള ഈശോ നമ്മുടെ അടുക്കലേക്ക് ഓടിവരും. ആ യേശുവിനെ ഈ സമയം നമുക്കൊന്ന് ആരാധിക്കാം. കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ പ്രിയമുള്ളവർ ഈ സമയം ദൈവത്തെ ഒന്ന് ആരാധിക്കുവാനുള്ള ഒരു അഭിഷേകം, ജീവനുള്ള ഈശോയെ, പ്രത്യേകിച്ച് 12 വയസ്സ് മാത്രം പ്രായമുള്ള യുലേലി എന്ന് പറയുന്ന മകള്
ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ ആ മകൾ കാണിച്ച ചങ്കൂറ്റം. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കും. ഈ സമയം നമുക്കെല്ലാവർക്കും, ഞാനും നിങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് എല്ലാം മറന്ന് ഈശോയെ ആരാധിക്കാൻ പോകുന്ന ഒരു നിമിഷമാണിത്. വലിയൊരു അഭിഷേകം, വലിയൊരു അനോയിന്റിങ്. ഈശോയെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ ദൈവശക്തി കടന്നു വരും. യേശുനാമത്തിന്റെ ശക്തി കടന്നു വരും. അവർ വലിയ ബോധ്യത്തിലൂടെ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ചങ്കുപൊട്ടി ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചങ്കുപൊട്ടി ഒറ്റ വിളി വിളിക്കാമോ? യേശുവേ. കരങ്ങൾ അടിച്ച്, കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ അടിച്ച്. കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത യേശുവിനെ എല്ലാം മറന്ന് നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത് ഇന്ന് ജീവിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ ഇന്ന് ജീവിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. യേശുവേ, എല്ലാവരും ചേർന്ന് പാടാമോ? കരങ്ങൾ ഉയർത്തി അടിച്ച് അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങൾ താഴ്ത്തി രണ്ട് വശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് അപ്പോസ്തലർ 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിൽ വലിയ വിശ്വാസത്തോടെ ഈ സമയമായിരിക്കാം. വിശ്വാസത്തോടെ യേശുവിനെ ആരാധിക്കാം. ഇന്ന് ജീവിക്കുന്ന ഈശോയിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. യേശുവേ, യേശുവിനെ ഏകരക്ഷകനെ യേശുവിനെ കർത്താവിനെ എല്ലാവരും ചേർന്ന് പാടി. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങൾ ഉയർത്തി എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചേ. ലോകരക്ഷകനെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, ലോകരക്ഷകനായ യേശുവേ, ഏകരക്ഷകനായ യേശുവേ, ഇന്ന് ജീവിക്കുന്ന ഈശോയെ വിളിച്ചേ. യേശുവേ, കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്, ഇരുവശങ്ങളിലേക്കും കരങ്ങൾ അടിച്ച് ശരീരമെല്ലാം ഒന്ന് അനക്കി ആടി പാടി. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ സേവിച്ചിടാം യേശുവിനെ ഇന്നും എന്നും മനം. എല്ലാ മക്കളും ചേർന്ന് പാടി. യേശുവേ
കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആയിരം ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആയിരം ഉന്നതനെ. ഒറ്റ വിളി വിളിക്കാമോ? യേശുവേ, ഇന്നും ജീവിക്കുന്ന ഈശോയെ, ലോകരക്ഷക, ഏകരക്ഷക, ഞങ്ങളിതാ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് യേശുവേ. കരങ്ങളടിച്ച് ആടി പാടി ശക്തമായ കരങ്ങൾ അടിക്കാമോ? ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ചേർന്നുപാടി കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. കരങ്ങളൊക്കെ വീശി, എല്ലാ മക്കളും കരങ്ങൾ വീശി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ കരങ്ങൾ അടിച്ച് പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ജീവനുള്ള ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച കണ്ണുകൾ അടച്ച് ഇന്ന് ജീവിക്കുന്ന ഈശോയെ വലിയ വിശ്വാസത്തോടെ ഒന്ന് ആരാധിച്ചേ. ആരാധിക്കാം യേശുവിനെ, അപ്പാ അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. എല്ലാവരും ചേർന്ന് പാടാമോ? ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. പരിപൂർണ നിശബ്ദതയിലേക്ക് കടന്നു വരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക്
ജീവൻ നൽകുന്നതാണ് യേശു. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ശക്തിയും കൃപയും അഭിഷേകവും ഒക്കെ നൽകുന്നതാണ് യേശു നൽകുന്ന ജീവൻ്റെ അപ്പം. ദിവ്യകാരുണ്യത്തിൽ ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോ. ആ ഈശോയെ ആരാധിക്കുവാൻ നമുക്ക് കാരണമുണ്ട്. കാരണം ഇന്നും വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇസിദോർ. കണ്ണുകളൊക്കെ അടച്ചു തന്നെ ആയിരിക്കുക എല്ലാ മക്കളും. ആരെയും ഈ സമയം ശ്രദ്ധിക്കുന്നില്ല. ഈശോയെ മാത്രം ധ്യാനിക്കുക. 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇസിദോർ. ഇസിദോറിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന തോന്നുന്നു, കർഷകക്കാരുടെ ഒരു മധ്യസ്ഥനാണ് വിശുദ്ധ ഇസിദോർ. വിശുദ്ധ ഇസിദോർ എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും ബലി അർപ്പിക്കുവാനായിട്ട് കടന്നു പോകും. ബലി അർപ്പിച്ചതിന് ശേഷമേ അദ്ദേഹം തൻ്റെ ജോലികൾ, കൃഷിപ്പണി ജോലി തുടങ്ങത്തുള്ളൂ. കാരണം ഇസിദോറിനറിയാം, ഇന്നും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോ ഉണ്ട്. ആ ഈശോയെ കാണുവാനും ഈശോയെ ആരാധിക്കുവാനും ഈശോയുടെ സന്നിധിയിൽ മുട്ടുകൾ മടക്കുവാനും എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് കടന്നു വരുന്ന ഒരു വിശുദ്ധനാണ്. ഒരു ദിവസം തൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഈ വിശുദ്ധൻ വളരെ ലേറ്റായിട്ടാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പരാതി അവരുടെ യജമാനനോട് പറയും. അങ്ങനെ ഒരു ദിവസം യജമാനൻ്റെ അറിയുവാനായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോൾ ഇസിദോർ അവിടെ നിന്ന് ജോലി ചെയ്യുകയാണ്. പക്ഷേ ഇസിദോർ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണി ഇസിദോർ ചെയ്യുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ യജമാനൻ കാണുകയാണ്, ഇസിദോറിൻ്റെ കൂടെ വെള്ളവസ്ത്രം അണിഞ്ഞ 2 പേര് നിന്ന് ഇസിദോറിൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇസിദോറിന് ഒന്നും വഴക്ക് പറയാൻ വേണ്ടി വന്ന മനുഷ്യൻ ശാന്തതയോടുകൂടി തിരിച്ചു പോകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്നവനാണ്. അവനറിയാം നമ്മുടെ ആവശ്യം. നമ്മുടെ ഓരോ പ്രവൃത്തിയും തൂവള്ള അവസ്ഥയിലിരുന്ന് ഈശോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഈശോ ഇസിദോറിൻ്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനത്തിൽ കൂടെയായിരുന്നുകൊണ്ട്, കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചതുകൊണ്ടാണ് അവൻ കൃഷിസ്ഥലത്തേക്ക് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് പണി ഇവൻ അവിടെ ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നാം വിളിക്കുമ്പോൾ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് സമീപസ്ഥനായിരിക്കും ദൈവം. ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിക്കുമ്പോൾ, നാം കരയുമ്പോൾ നമ്മുടെ കണ്ണുനീരിൻ്റെ അടുക്കലേക്ക് പെടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിനെ നമുക്ക് എല്ലാം മറന്നൊന്ന് ആരാധിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കണം. എല്ലാം മറന്ന് ഇന്ന് ജീവിക്കുന്നവനാണ് നമ്മുടെ ഈശോ. ആ ഈശോയെ ഉള്ളു തുറന്ന്, പ്രിയമുള്ളവരെ, ചങ്ക് പൊട്ടി ദൈവത്തെ ആരാധിക്കണം. ചങ്ക് തുറന്ന് കൊടുക്കണം. കാരണം ചങ്ക് തന്നവനാണ് നമ്മുടെ ഈശോ. നമ്മുടെ ചങ്കെല്ലാം ഈശോയ്ക്ക് വേണ്ടി കൊടുത്തേ ഉള്ളൂ ഈ സമയത്ത്. എന്നിട്ട് ഈശോ എടുത്തെന്ന് പറഞ്ഞ്, ഈശോയെ അപ്പാ, ഈ നിമിഷം ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് പറഞ്ഞേ. ഈശോയെ, ഇന്ന് ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോയെ, എൻ്റെ യേശു അപ്പാ, യേശുവേ, ഞാനൊക്കെ ആരാധിക്കുന്നു അപ്പാ. യേശുവേ, വിശ്വാസത്തോടെ പാടിക്കേ.
അതേ, നമ്മുടെ ഈശോ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ഈശോ, ഇന്നും ജീവിക്കുന്ന ഈശോ. ആ ഈശോയെ എല്ലാം മറന്ന് ഈ സമയം നമുക്ക് ആരാധിക്കാം. ഈശോയെ വിളിച്ച് ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ മേൽ ഇതാ സ്വർഗം കടന്നു വരും. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാഹ വൃന്ദങ്ങളും കടന്നു വരും. മാലാഹമാരോടും സകല വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഈ സമയം നമുക്ക് ഈശോയെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി വീശി നമുക്ക് പാടി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടി ആരാധിച്ചു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കാമോ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് വിശുദ്ധ ഔസേപിതാവിനോട് ചേർന്ന് ആരാധിച്ച് സകല വിശുദ്ധരോടും മാലാഹവൃന്ദങ്ങളോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് പരിപൂർണമായിട്ട് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം മുഴുവനും ഈശോയെ, ജീവനുള്ള ഈശോയെ ആരാധിക്കുവാൻ വലിയ കൃപ നമുക്ക് നൽകി. കാരണം ദിവ്യകാരുണ്യമായി ഓരോ ദിവസവും നമ്മുടെ അടുക്കലേക്ക് വരുന്ന നമ്മുടെ ഈശോ, ആ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുവാനായിട്ട് ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഉള്ളുകൊണ്ട് നന്ദി പറയാം. ഈശോയെ, ഞാനിതാ നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ നന്ദി പറയുന്നു. യേശു അപ്പാ, അളവില്ലാ സ്നേഹത്തിനാശ നന്ദി നന്ദി നാഥ, അളവില്ലാ സ്നേഹത്തിനാശ നന്ദി നന്ദി നാഥ, അളവില്ലാ സ്നേഹത്തിനാശ യേശുവേ നന്ദി പറയുന്നു അപ്പാ. യേശു അപ്പാ, യേശുവേ നന്ദി പറയുന്നു ഈശോയെ. യേശുവേ അപ്പാ നന്ദി, യേശുവേ അപ്പാ Thank you, Jesus. Thank you, my Lord. I love you. I love you, Jesus. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.